നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡിലെ കൗൺസിലറായ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ BU സെൻട്രൽ ജയിലിൽ വച്ച് നടക്കും. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് ഇക്കാര്യം ഇന്ന് സ്ഥിരീകരിച്ചത്. എന്നാൽ ഔദ്യോഗികമായ ഉത്തരവ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി മാത്രമേ പുറത്തിറങ്ങൂ. കാപ്പ ചുമത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ് ഒരാൾക്കെതിരെ കാപ്പ ചുമത്തുന്നത്. അതിനുശേഷം അക്കാര്യം അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ അറിയിക്കും. സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ അത് അംഗീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. അംഗീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കാര്യം നേരെ കാപ്പ അഡ്വൈസറി ബോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്തിനാണ്? അവരുടെ അംഗീകാരമാണ് പിന്നെ വേണ്ടത്. അപ്പോൾ കാപ്പ അഡ്വൈസറി ബോർഡിൽ ഉണ്ടാകുന്നത് ഒരു ചെയർമാനും 2 മെമ്പേഴ്സും ആയിരിക്കും. ചെയർമാൻ എന്ന് പറയുന്നത് ഒന്നുകിൽ സെർവിങ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം. മറ്റു 2 പേർ ഹൈക്കോടതി ജഡ്ജി ആകാൻ തക്ക യോഗ്യതയുള്ള 2 പേർ. അതായത് ഒന്നുകിൽ 10 വർഷം ജുഡീഷ്യൽ സർവീസിൽ സേവനം അനുഷ്ഠിച്ചിരിക്കണം, അല്ലാത്ത പക്ഷം ഹൈക്കോടതിയിൽ 10 വർഷം അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള 3 പേർ അടങ്ങുന്നതാണ് ഈ കാപ്പ അഡ്വൈസറി ബോർഡ്. അപ്പോൾ കാപ്പ അഡ്വൈസറി ബോർഡ് ഒരാളുടെ റെപ്രസെൻറ്റേഷൻ തള്ളിക്കളഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ കാപ്പ ചുമത്തിക്കൊണ്ടുള്ള നടപടിയെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട് തടങ്കലിൽ കിടക്കുന്ന വ്യക്തിക്ക് ഉള്ള പരിഹാരം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. അതായത് എന്താണ്? കാപ്പയ്ക്കെതിരെ വേണം അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോകാൻ. അപ്പോൾ ഹൈക്കോടതിയിൽ ആ വിഷയം, കാപ്പയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുന്നത് ഡിവിഷൻ ബെഞ്ചാണ്, അല്ലാതെ സിംഗിൾ ബെഞ്ച് അല്ല. ഇപ്പോൾ ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും ജോബിൻ സെബാസ്റ്റ്യനുമാണ് ആ ബെഞ്ചിൽ ഇരിക്കുന്നത്. എന്നാൽ സുഗതൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി മാത്രം 13-ാം തീയതി മുതൽ, ഇന്ന് വൈകുന്നേരം മുതൽ നാളെ വൈകുന്നേരം വരെ ഒരു ഇടക്കാല ജാമ്യം അനുവദിച്ചു. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഉള്ള ഒരു ഇടക്കാല ജാമ്യം അനുവദിച്ചത് എന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ 2 കേസുകളിലെ ജാമ്യം നിഷേധിച്ചത് എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. മിക്കവാറും ഈ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിക്കാതിരുന്നത് ഈ കാപ്പയിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ ആയതുകൊണ്ടാകാം. കാപ്പയുമായി ബന്ധപ്പെട്ട് ഈ മജിസ്ട്രേറ്റ് കോടതിക്ക് യാതൊരു വിധത്തിലുമുള്ള അധികാരവും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സുഗതന് ആ 2 കേസുകളിലും മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു എങ്കിലും അദ്ദേഹത്തിന് പുറത്ത് വരാനേ സാധ്യമാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് കോടതി ഈ 2 ദിവസത്തെ ജാമ്യം അനുവദിച്ചതിന് ശേഷം അത് ഹൈക്കോടതിയുടെ അംഗീകാരത്തോടു കൂടി നടപ്പിലാക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഈ മജിസ്ട്രേറ്റ് കോടതിക്കും ഈ കാപ്പ നിയമത്തെക്കുറിച്ചിട്ട് അറിയില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കാമായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരമുള്ള ജാമ്യം ആ 2 കേസിലും അനുവദിക്കാമായിരുന്നു. എങ്കിൽ തന്നെയും ഈ കാപ്പയിൽ അകത്തായതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ബെനിഫിറ്റ് ഒരിക്കലും തന്നെ കിട്ടുമായിരുന്നില്ല. അപ്പോൾ ഈ BJP പിന്നെ എന്താണ് ചെയ്തത് എന്ന് വച്ചു കഴിഞ്ഞാൽ, നേരെ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ. പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ നെടുമങ്ങാട് കോടതി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് ജാമ്യം അനുവദിക്കണം, ഇടക്കാല ജാമ്യം അനുവദിക്കണം എന്നായിരുന്നു സുഗതൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് മുമ്പാകെ ആവശ്യപ്പെട്ടത്. നാം ഓർക്കേണ്ടത് സിംഗിൾ ബെഞ്ച് മുമ്പാകെ എന്നുള്ളതാണ്. കാപ്പയുമായി ബന്ധപ്പെട്ട കാപ്പ ചുമത്തിയത് ശരിയാണോ തെറ്റാണോ, അതിന് അംഗീകാരം ഉണ്ടോ ഇല്ലയോ, അതിലുള്ള ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കാമോ വേണ്ടയോ എന്നൊക്കെ തന്നെ തീരുമാനിക്കേണ്ടത് ഡിവിഷൻ ബെഞ്ചാണ്, അല്ലാതെ സിംഗിൾ ബെഞ്ച് അല്ല. അപ്പോൾ ഞാൻ ആ കേസിൻ്റെ വാദം കേട്ടിരുന്നു. ഞാൻ കരുതിയത് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ ഈ കേസിനെ ഡിവിഷൻ ബെഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നായിരുന്നു. കാരണം ഡിവിഷൻ ബെഞ്ചിന് മാത്രമേ കാപ്പ കേസിൽ അകത്ത് കിടക്കുന്ന ഒരു പ്രതിയെ പുറത്തിറക്കി സത്യപ്രതിജ്ഞ ചെയ്യിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിയും. എന്നാൽ വളരെ കാര്യമായിട്ടാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഈ കേസിനെ സമീപിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഈ ഇലക്ഷന് മുമ്പുള്ള നടന്ന കുറ്റകൃത്യങ്ങളുടെ പേരിലാണല്ലോ സുഗതനെതിരെ കാപ്പ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രികയിൽ ഈ കേസുകളെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വാഴോട്ടുകോണത്തെ ജനങ്ങൾ അദ്ദേഹത്തെ തങ്ങളുടെ കൗൺസിലറായിട്ട് തിരഞ്ഞെടുത്തത്.
അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജനങ്ങളുടെ മാൻഡേറ്റിനെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതി തീർച്ചയായിട്ടും തയ്യാറായിരിക്കണം. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഈ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഈ കോടതി ഉണ്ടാക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് സുഗതൻ ഇപ്പോഴും കാപ്പയ്ക്കടിയിൽ ജയിലിലാണ്. എന്നാൽ ഈ സിംഗിൾ ബെഞ്ചിന് കാപ്പയിൽ ജാമ്യം കൊടുക്കാനുള്ള അധികാരവും ഇല്ല. അതുകൊണ്ടാണ് വളരെ ബുദ്ധിപൂർവം തൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് നടത്തിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എന്തായാലും നമുക്ക് സത്യപ്രതിജ്ഞ നടത്താം, അത് വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തന്നെ ആകട്ടെ. അവിടെ ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന വേളയിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള മാധ്യമങ്ങളെ പ്രവേശനം അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിൻ്റെ ഉത്തരവ് 2 മണിക്ക് പുറപ്പെടുവിക്കാം എന്നാണ് പറഞ്ഞത്. കൂടാതെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള വിധി പറഞ്ഞപ്പോൾ അതിനെതിരെ ഒരു വ്യാജ പ്രചാരണം നടന്നിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ട്. അതായത് പലരും പറഞ്ഞു, നാം എല്ലാവരും കേട്ടതാണ്, അതായത് അള്ളാഹുവിൻ്റെ പേരിൽ നേരത്തെ സത്യപ്രതിജ്ഞ നടത്തിയപ്പോൾ അതിന് ഹൈക്കോടതിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ഈ ഹിന്ദു ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴാണ് ഈ ഹൈക്കോടതിക്ക് പ്രശ്നമുണ്ടായത് എന്നുള്ള തരത്തിൽ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ടായിരിക്കും ഞാൻ ഈ പറയാൻ പോകുന്ന വിധി പറയുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, ഒരു സുപ്രീം കോടതി ജഡ്ജിമെൻ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ 100% ശരിയായ ഒരു ഉത്തരവായിരുന്നു അദ്ദേഹം നേരത്തെ പുറപ്പെടുവിച്ചത്, അത് പെർ ഇൻക്വറിയം ആയിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജഡ്ജിമെൻ്റ് നേരെ വായിക്കാതെയാണ് ചില മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ വിധിയെ വളച്ചൊടിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സുഗതന് വേണ്ടി BJP-ക്കാർ ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാപ്പ അഡ്വൈസറി ബോർഡിൻ്റെ തീരുമാനം വന്നിരുന്നില്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തിനെതിരെ ഈ കാപ്പ ചുമത്തിയ നടപടി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാം ആയിരുന്നു. ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലായിരുന്നു ഇന്നത്തെ കേസ് എത്തിയിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സുഗതന് ഈ കാപ്പയിൽ നിന്നും ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ സുഗതന് ഇടക്കാല ജാമ്യം കിട്ടാത്തതിന് കാരണം BJP-ക്കാർ തന്നെയാണ്. ഈ ശബരിനാഥിൻ്റെ കൊക്കിന് വീണ്ടും ജീവൻ വച്ചതിൻ്റെ കാരണവും ഈ BJP-ക്കാരാണ്. ഈ കേസിൻ്റെ നിയമവശം മനസ്സിലാക്കാതെ സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തതാണ് സുഗതന് ഈ കേസിൽ ഒരു ഇടക്കാല ജാമ്യം, അതായത് നെടുമങ്ങാട് കോടതി പറഞ്ഞതുപോലെ ഒരു ഇടക്കാല ജാമ്യം സാധ്യമല്ലാതെ ആയിപ്പോയത്. അപ്പോൾ ഞാനിനി ഈ സുഗതനെ ഈ കാപ്പ ചുമത്തിയ നടപടി ശരിയാണോ, നിയമപരമാണോ? എനിക്ക് ഈ സുഗതനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ BJP-കാരനും അല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കൂടിയല്ല ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതായത് നിലവിലുള്ള കാപ്പ നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും സുപ്രീം കോടതി ഉത്തരവുകളുടെയും വെളിച്ചത്തിൽ ഈ സുഗതന് എതിരെ കാപ്പ ചുമത്തിയ നടപടി നിയമപരമായി ശരിയാണോ അല്ലയോ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ഉടൻ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. മിക്കവാറും ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുനാടൻ മലയാളിയിലും ഒരു ഇൻ്റർവ്യൂ നൽകുന്നതായിരിക്കും. എല്ലാവരും ആ വീഡിയോകൾ കാണണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. കാരണം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നാളെ മിക്കവാറും വിയൂർ സെൻട്രൽ ജയിലിൽ വച്ചിട്ട് ഈ സുഗതൻ്റെ ഓത്ത്, അതായത് സത്യപ്രതിജ്ഞ നടക്കുന്നതായിരിക്കും. അവിടെ മാധ്യമങ്ങൾക്ക് പ്രവേശനവും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവ് മിക്കവാറും 2 മണിയോടുകൂടി നമുക്കൊക്കെ തന്നെ അറിയാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.